അടുത്തത് കീറ്റോൺസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ആൽഡിഹൈഡ്സും കീറ്റോൺസും കൂടി രണ്ടെണ്ണത്തിന്റെയും കൂടിയിട്ടുള്ള മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ നോക്കി. എക്സ്ക്ലൂസീവ്ലി ആൽഡിഹൈഡ്സിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ള മെത്തേഡ്സ് നോക്കി. അടുത്തത് കീറ്റോൺസിനെ പ്രിപ്പയർ ചെയ്യാനുള്ള കീറ്റോൺസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് മെത്തേഡ് ആണ് ഫ്രം ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡ് ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കീറ്റോൺസ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നോക്കൂ, ആസിഡ് ക്ലോറൈഡ് RC≡CL, ആസിഡ് ക്ലോറൈഡ് ഡൈ ആൽക്കൈൽ കാഡ്മിയം, 2 ആൽക്കൈൽ ഗ്രൂപ്പ് കാഡ്മിയത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്തു. എന്നിട്ട് എന്താണ്, കീറ്റോൺ ഫോം ചെയ്തു. അപ്പോൾ ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം, RC≡OCl, 2 മോളിക്യൂൾസ് ആണ്. അപ്പോൾ നമുക്ക് RC≡OCl 2 മോളിക്യൂൾസ് എടുത്തു. ഇത് എന്തുമായിട്ടാണ് റിയാക്ട് ചെയ്തത്, ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട്. ഓക്കെ, ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നോക്കൂ, ഇത് എലിമിനേറ്റ് ചെയ്ത് പോവും. ഈ CdCl2 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് പോവും. ബാക്കി നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതാം. എങ്ങനെ എഴുതാം, RC≡OR. ഓക്കെ, അപ്പോൾ RC≡OR, അങ്ങനെ 2 മോളിക്യൂൾസ് ഉണ്ട്. RC≡OR, അതുപോലെ തന്നെ RC≡OR, 2 മോളിക്യൂൾസ് ഓഫ് RC≡OR, അതായത് ഒരു കീറ്റോൺ ഫോം ചെയ്തു. ഇവിടെ ബാക്കി എന്താ ഉള്ളത്, CdCl2 ആണ് എലിമിനേറ്റ് ചെയ്തു പോണത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ ഈസി ആയിട്ട് ആസിഡ് ക്ലോറൈഡ്സ് ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺസ് ഫോം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ഓരോന്നും എങ്ങനെയൊക്കെയാണ് മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ, ഓരോന്നും സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ എടുത്തിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താണ്, അസറ്റൈൽ ക്ലോറൈഡ് എടുക്കാം, CH3C≡OCl. അപ്പോൾ ആദ്യത്തെ എക്സാമ്പിൾ CH3C≡OCl, അസറ്റൈൽ ക്ലോറൈഡ് ഡൈമീഥൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്യുക, CH3 twice CD. നമുക്കറിയാം എങ്ങനെയാണ്, അത് 2 മോളിക്യൂൾ എടുത്തു, ഈ CdCl2 എന്ന് എലിമിനേറ്റ് ചെയ്ത് പോയി. എന്താ ഫോം ചെയ്യുക, CH3C≡OCH3. ഇത് 2 മോളിക്യൂൾസ് വേണം. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക, CH3C≡OCH3 എന്നുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഓക്കെ, പ്ലസ് CdCl2. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇതിന് ഇത് തന്നെ, അതായത് CH3 അസറ്റൈൽ ക്ലോറൈഡ് ഡൈ ഈഥൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്തു. അസറ്റൈൽ ക്ലോറൈഡ് ഡൈ ഈഥൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്തു. അപ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യേണ്ടാവുക, CH3C≡OC2H5, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, CH2CH3 എന്ന് എഴുതാം. അതിൽ CdCl2 എലിമിനേറ്റ് ചെയ്തു പോയി. ഇതിൻ്റെ പേരെങ്ങനെ എഴുതുക, 1 2 3 4 4 കാർബൺ വരുന്ന ഒരു കീറ്റോൺ ആണ്, 2ാമത്തെ പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് 4 കാർബൺ വരുന്ന കീറ്റോൺ ആണ്, ബ്യൂട്ടനോൺ ആണ് എന്ന് മനസ്സിലായി. 2ാമത്തെ കാർബണിലാണ് C≡ബോണ്ടോ കാർബണിയൽ ഗ്രൂപ്പ് വരുന്നത്, അതുകൊണ്ട് ബ്യൂട്ടൻ 2-on എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ അരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയും, അതായത് ബെൻസൈൽ ക്ലോറൈഡ് C6H5 C≡Cl, ഇതേപോലെ ഡൈ മീഥൈൽ കാഡ്മിയം ആയിട്ടാണ് റിയാക്ട് ചെയ്യണമെങ്കിൽ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യേണ്ടാവുക, C6H5 C≡OCH3, അസറ്റോഫീനോൺ ആണ് ഫോം ചെയ്യുക. അപ്പം ഇങ്ങനെ ഏത് കീറ്റോൺസിനെയും ഈ ഒരു മെത്തേഡ് വഴി ആസിഡ് ക്ലോറൈഡിൽ നിന്ന് ബൈ റിയാക്ഷൻ ഓൺ റിയാക്ഷൻ വിത്ത് ഡൈ ആൽക്കൈൽ കാഡ്മിയം നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, കറസ്പോണ്ടിങ് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഇവിടുത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഡൈ ആൽക്കൈൽ കാഡ്മിയം എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കത് ഡൈ ആൽക്കൈൽ കാഡ്മിയം നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണതെന്ന് വെച്ചാൽ, ദേ ആർ പ്രിപ്പയർഡ് ഫ്രം ഗ്രിഗ്നാൾസ് റിയേജൻറ്റ് RMgX എന്ന് പറയുന്ന ഈ ഗ്രിഗ്നാൾ റിയേജൻറ്റുമായിട്ട് ജനറൽ ഫോർമുലയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഗ്രിഗ്നാൾ റിയേജൻറ്റ്, ആൽക്കൈൽ മെഗ്നീഷ്യം ഹാലൈഡ്. ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്, ഇത് ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മെഗ്നീഷ്യത്തിന് പോസിറ്റീവ് ചാർജും കാർബണ് നെഗറ്റീവ് ചാർജും ആയിട്ടാണ് അത് ബ്രേക്ക് ആവുക. ഗ്രിഗ്നാൾസ് റിയേജൻറ്റ് കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. ഓക്കെ, കാഡ്മിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ
എന്താണ് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, RMgxൽ RMg ബോണ്ട് ബ്രേക്ക് ചെയ്യും, R- വരും, അത് കാഡ്മിയമായിട്ട് അറ്റാച്ച് ചെയ്യും. 2 മോളിക്യൂൾ എടുക്കുകയാണ്. അപ്പോൾ R2CD എന്ന് ഡൈ ആൽക്കൈൽ കാഡ്മിയം ഇവിടെ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഈ Mgx ഒരു Cl-ആയിട്ട് റിയാക്ട് ചെയ്യണം. നമുക്ക് Mgxന് പകരം MgBr എന്ന് കൊടുക്കാം, ആൽക്കൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് എന്ന് കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ MgBr ഒരു Cl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ MgCl തന്നെ കൊടുക്കാം. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരില്ല. MgCl ഒരു Cl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ MgCl2 ഫോം ചെയ്യും. അങ്ങനത്തെ 2 മോളിക്യൂള്. ഓക്കെ, അപ്പോൾ ആസിഡ് ക്ലോറൈഡ് ഡൈ ആൽക്കൈൽ കാഡ്മിയം ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യാം. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യണത്? ഡൈ ആൽക്കൈൽ കാഡ്മിയം ഇസ് പ്രിപ്പയർഡ് ബൈ the reaction of Grignard's reagent with cadmium chloride. Grignard reagent cadmium chloride ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ഫോം ചെയ്യും? ഡൈ ആൽക്കൈൽ കാഡ്മിയം ഫോം ചെയ്യും. ഈ ഡൈ ആൽക്കൈൽ കാഡ്മിയം നമുക്ക് ആസിഡ് ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ.